നമസ്കാരം. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ നിരവധി ബംഗ്ലാദേശികൾ എല്ലാവിധ രേഖകളോടൊപ്പം കേരളത്തിൽ വർഷങ്ങളായി താമസിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ തത്വമൈ ന്യൂസാണ് കഴിഞ്ഞ 7-ാം തീയതി ആദ്യമായി പുറത്തുവിട്ടത്. ആ വാർത്ത പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 48 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അത് പിന്നീട് കേരളമാകെ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു. പക്ഷേ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ, അതായത് കേരളത്തിലെ ഭരണമുന്നണിയായ UDF-ഓ കേരളത്തിലെ LDF-ലെയോ ഒരു നേതാവ് പോലും ഇത്രയും ദിവസങ്ങളായിട്ട് ഈ ഒരു വിഷയം ഒരു ചർച്ചയ്ക്കെടുക്കുകയോ അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. തത്വമൈ ന്യൂസാണ് ഈ വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് കഴിഞ്ഞ് അവരുടെ ആസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വാർത്ത നമ്മൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു, നമുക്ക് എല്ലാവരെയും അറിയിക്കാൻ സാധിച്ചു. അതിനുശേഷം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മൾ അതേ ദിവസവും പിന്നീട് പിറ്റേ ദിവസവുമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഈ 2 അറസ്റ്റുകൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. 2 റെയ്ഡുകൾ ഈ കൊല്ലം ജില്ലയിൽ മാത്രം നടന്നിട്ടുണ്ട്. അതിലൊന്ന് കാട്ടിൽക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു ബംഗ്ലാദേശി ദമ്പതികളാണ്. രണ്ടാമത്തേത് കൊട്ടാരക്കരയ്ക്ക് സമീപം 10 പേരുടെ ഒരു സംഘത്തെ അറസ്റ്റ് ചെയ്തതാണ്. ഈ 2 കൂട്ടരും ബംഗ്ലാദേശികളാണ്. അതിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട്. ഇവരുടെ കയ്യിലുള്ള രേഖകൾ കണ്ട് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളത് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് സാധാരണ ഒരു ഇന്ത്യക്കാരന്, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരന് പോലും ചിലപ്പോൾ ഈ പറയുന്ന എല്ലാ രേഖകളും ഉണ്ടാവില്ല. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ യഥാർത്ഥത്തിൽ ആ രേഖകൾ കണ്ടപ്പോൾ നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന പൗരന്മാർക്ക് പോലും ഇല്ലാത്ത എല്ലാ രേഖകളും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അതിൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, അതുപോലെ തന്നെ റേഷൻ കാർഡ്, ഇതൊന്നും കൂടാഞ്ഞിട്ട് ഇതിലെ ഒരു ഗ്രൂപ്പിന്, അതിലെ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു ഹോട്ടൽ നടത്താനുള്ള ലൈസൻസ്, അതിന് ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ സർട്ടിഫിക്കറ്റ് പോലും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അവരെ ഒരു ഹോട്ടൽ കുറച്ചു കാലം നടത്തിയിരുന്നു എന്ന് പിന്നീട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു, കൊല്ലത്തിന് നീണ്ടകരയ്ക്ക് സമീപം. അപ്പോൾ എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി കഴിഞ്ഞ 10-13 വർഷങ്ങളായി ഈ കൂട്ടർ കേരളത്തിൽ താമസിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാന വിഷയം. ഇതെല്ലാം മാധ്യമങ്ങളിൽ വന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശികളെക്കുറിച്ചും ഇതുപോലെയുള്ള ആൾക്കാരെക്കുറിച്ചുമുള്ള അന്വേഷണം സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസികളും ഇതിനോട് പാരലായിട്ട് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന റെയ്ഡ് നടത്തിയത് മിലിറ്ററി ഇൻ്റലിജൻസും കേരള പോലീസിൻ്റെ ആൻറ്റി ടെറർ സ്ക്വാഡുമാണ്. അവരൊരുമിച്ച് നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ഇത്രയും ബംഗ്ലാദേശികളെ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ഇതിന് പാരലായിട്ട് ഇൻ്റലിജൻസ് ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ അറിയാം. അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമ്മൾക്ക് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാവുന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന ബംഗ്ലാദേശികളെ ഇവിടെ കേരളത്തിൽ കൊണ്ട് പാർപ്പിക്കുന്നത്, ഈ സംശയം നമ്മൾ തുടക്കത്തിലും ഉന്നയിച്ചതാണ്, പാർപ്പിക്കുന്നതിന് പിന്നിൽ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 2 പ്രധാനപ്പെട്ട ഭീകര സംഘടനകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ 2 സംഘടനകളും അവരുടേതായ കാരണങ്ങൾ കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണ ഇന്ത്യയിൽ അവരുടെ ബേസ് ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള സുപ്രധാന വിവരമാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഉള്ളത്. കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ഇൻ്റലിജൻസ് റിപ്പോർട്ടിലാണ്. ഏതൊക്കെയാണ് ആ സംഘടനകൾ? അതിലെ ഒരു സംഘടന ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ് എന്നാണ് പറയുന്നത്. JMB എന്നാണ് ആ സംഘടനയുടെ പേര്. രണ്ടാമത്തെ സംഘടന അൻസറുള്ള ബംഗ്ലാ ടീം എന്നാണ്, ABT എന്നാണ് ഈ സംഘടനയുടെ പേര്. ഈ 2 സംഘടനകളും പലപ്പോഴും ഒരുമിച്ച് പ്രവർത്തിക്കാറുണ്ട്. ഈ 2 സംഘടനകൾക്കും അൽ ഖ്വയ്ദയുമായിട്ട് ബന്ധമുള്ള സംഘടനകളുമാണ്. പണവും ആയുധങ്ങളും പോലും ഒരു കാലത്ത് ഈ സംഘടനകൾക്ക് അൽ ഖ്വയ്ദയിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ അൽ ഖ്വയ്ദയ്ക്ക് അതൊന്നും പ്രൊവൈഡ് ചെയ്യാനുള്ള ശക്തി ഇല്ലാതായി മാറിയിരിക്കുന്നു. പക്ഷേ ഈ സംഘടനകൾ ഇപ്പോഴും ബംഗ്ലാദേശിൽ വളരെ പ്രസക്തമാണ്, വളരെ ആക്റ്റീവാണ്. ഈ സംഘടനകൾ ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പ്രധാന വിവരമാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ടിൽ ഉള്ളത്. ഇതിലെ ഒരു സംഘടന, അൻസറുള്ള ബംഗ്ലാ ടീം എന്ന് പറയുന്ന സംഘടന, ഭാരതത്തിൽ നടന്നിട്ടുള്ള 2 സ്ഫോടനങ്ങൾക്ക് ഉത്തരവാദികളാണ്. ഒന്ന്, എല്ലാവരും ഓർക്കുന്ന 2018 ബോധ് ഗയയിൽ നടന്ന ബുദ്ധ
തീർത്ഥാടന കേന്ദ്രമായ ബോധഗയയിൽ നടന്ന ബ്ലാസ്റ്റ് ഭീകരാക്രമണം, 2014 ബുർദ്വാനിൽ നടന്ന ഭീകരാക്രമണം. ഈ 2 ആക്രമണങ്ങളുടെ പിന്നിലും പ്രവർത്തിച്ച സംഘടനയാണ് ഈ ABT എന്ന് പറയുന്ന അൻസറുള്ള ബംഗ്ലാ ടീം എന്ന് പറയുന്ന സംഘടന. മറ്റേ സംഘടന JMB ആണ്. JMBയെ സംബന്ധിച്ചിടത്തോളം JMBക്ക് കേരളത്തിലും കർണാടകത്തിലും അവർക്ക് വലിയ സ്വാധീനം ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അവരിപ്പോൾ ശ്രമിക്കുന്നത് ജാർഖണ്ഡിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും പുതിയ യൂണിറ്റുകൾ ഉണ്ടാക്കാനാണ്. ഇവർ ഈ ബേസ് ഉണ്ടാക്കുന്നത് ഈ ഇമിഗ്രൻസിനെ ഉപയോഗിച്ചാണ്. അതായത് ബംഗ്ലാദേശിൽ നിന്നും ഭാരതത്തിൽ എത്തിയിട്ടുള്ള എന്നാൽ ബംഗാളികളായി അഭിനയിച്ച് ഭാരതത്തിൽ ജീവിക്കുന്ന ഈ ആൾക്കാരെ ഉപയോഗിച്ചാണ് ഇവർ ഈ ബേസ് ഉണ്ടാക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവരെ എല്ലാം സ്ലീപ്പർ സെല്ലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവരെ ലോജിസ്റ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ പറയുന്ന ഇവരെല്ലാം താമസിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, നീണ്ടകര ഭാഗം, കൊല്ലം, ചവറ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയാണ് ഇവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് കാരണം വളരെ വ്യക്തമാണ്. ഇതെല്ലാം കടൽ തീരങ്ങളാണ്. ഈ കടൽ തീരത്തുകൂടി നിരവധി ഈ പറയുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ആളെക്കടത്ത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഇവർക്ക് വലിയ സൗകര്യമുണ്ട്. അതിനുള്ള സന്നാഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തന്നെ അത് എത്രത്തോളം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, എത്രത്തോളം ചെയ്തിട്ടുണ്ട്, എത്ര പേരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതൊക്കെയാണ് ഇവർ പല ഭാഗങ്ങളിലും ചെയ്യുന്നത്. കേരളത്തിലും കർണാടകത്തിലും ഇവരുടെ ആക്ടിവിറ്റീസ് വളരെ ശക്തമാണ് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുമ്പോൾ ഇതെല്ലാം ഇവർ കേരളത്തിലും കർണാടകത്തിൻ്റെ കോസ്റ്റൽ ഏരിയ, കൊങ്കൺ മേഖല ഉൾപ്പെടെയുള്ള കോസ്റ്റൽ ഏരിയയുടെ കാര്യമാണ് പറയുന്നത്. ഇവരവിടെയെല്ലാം ഭട്കൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇവിടെയെല്ലാം ഇവർ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലേക്കും അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് ഈ പറയുന്ന JMB എന്ന് പറയുന്ന ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സംഘടന. അപ്പോൾ ഈ സംഘടനയാണ് ഇത്രയും ആൾക്കാരെ മുർഷിദാബാദ് ജില്ല വഴി ഭാരതത്തിലേക്ക് കടത്തി അവിടെ നിന്ന് ഇവരെ കേരളത്തിലെത്തിച്ചത് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ഇതാണ് അതിനകത്തെ വേറൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ. ഇനി മൂന്നാമത്തെ വെളിപ്പെടുത്തൽ എന്താണെന്ന് വെച്ചാൽ, മുർഷിദാബാദ് ജില്ല എന്ന് പറയാൻ കാരണം മുർഷിദാബാദ് ജില്ല വഴി കുറച്ചുകൂടി സുഗമമായിരുന്നു ഭാരതത്തിനുള്ളിലേക്ക് കടക്കുക. വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നത് മമതാ ബാനർജിയാണ്. എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കുന്ന ലോക്കൽ പോലീസുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവർക്ക് വളരെ സൗകര്യമായിരുന്നു. അങ്ങനെയാണ് മുർഷിദാബാദ് വഴി ലക്ഷക്കണക്കിന് ആൾക്കാർ ഭാരതത്തിലേക്ക് എത്തിയത്. അതിലൊരു വലിയ ശതമാനം ദക്ഷിണേന്ത്യയിലേക്ക് മാറിയിട്ടുണ്ട്. അവരെ മാറിയതല്ല, അവരെ റിക്രൂട്ട് ചെയ്ത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും അവരെ താമസം ഉറപ്പിച്ചതാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വളരെ ഒറിജിനൽ എന്ന് തോന്നുന്ന ഇത്തരം രേഖകൾ ഇവർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതും ഈ റിപ്പോർട്ടിൽ പറയുന്നത് ബാംഗ്ലൂരിലാണ് ഇത്തരം രേഖകൾ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ ഇവർക്ക് വേണ്ടി ഭാരതീയ റെക്കോർഡുകൾ, ഇതുപോലെയുള്ള പാൻ കാർഡ്, റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ നിർമ്മിക്കാൻ വേണ്ടി ഈ ഭീകര സംഘടനകൾ തന്നെ ചില റാക്കറ്റുകൾ അവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കാരിൻ്റെ, കർണാടക സർക്കാരിൻ്റെ മൂക്കിന് താഴെ അവരുടെ തലസ്ഥാന നഗരിയിൽ തന്നെയാണ് ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നത്. വരുന്ന ആൾക്കാർക്ക് വെറും ചെറിയ പൈസ മാത്രമാണ്, 700 രൂപയ്ക്കൊക്കെ ഇത് കിട്ടുമെന്നാണ് പറയുന്നത്. എല്ലാ രേഖകളും സംഘടിപ്പിച്ച് കൊടുക്കുന്ന ഒരു വലിയ റാക്കറ്റാണ്. ഈ റാക്കറ്റ് പ്രവർത്തിപ്പിക്കുന്നത് ഈ പറയുന്ന ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ആൾക്കാരാണ്. അവരുടെ സ്വന്തം ആൾക്കാർക്ക് സൗജന്യമായും മറ്റുള്ള ഇമിഗ്രൻസിന് അല്ലെങ്കിൽ ഈ കടന്നു വരുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് 700 രൂപ 800 രൂപ ഒക്കെ മേടിച്ച് വളരെ കൃത്യമായി, അതായത് വളരെ ഒറിജിനലായിട്ട് തോന്നുന്ന ഇത്തരം രേഖകൾ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 700-800 രൂപയ്ക്ക് ഇത്രയും ഒറിജിനൽ രേഖകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കുകയല്ല ഈ റാക്കറ്റിൻ്റെ ഉദ്ദേശം. അവരതൊരു എക്സ്ട്രാ വരുമാനം എന്നുള്ള നിലയിൽ മാത്രം മേടിക്കുന്നതാണ് ഈ 700, അല്ലെങ്കിൽ ഒരു ടോക്കൺ എന്നുള്ള നിലയിൽ മേടിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ ഉദ്ദേശം ഭാരതത്തിൽ ഈ പറയുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അനധികൃതമായി ബംഗ്ലാദേശികളെ കൊണ്ടുവന്ന് ഇവിടെ പൗരന്മാരാക്കി താമസിപ്പിക്കുക എന്നുള്ളതാണ്. വെസ്റ്റ് ബംഗാളിലും ആസാമിലും ചെയ്ത അതേ തന്ത്രം ദക്ഷിണേന്ത്യയിലും നടപ്പാക്കാനുള്ള ശ്രമമാണ് എന്ന് വളരെ വ്യക്തമാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന്. അപ്പോൾ ഇതിന്
ഇതിൽ ഇനി നാലാമത് പറയുന്ന ഒരു കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം കേരളത്തിൽ മാത്രം ഏതാണ്ട് 10,000-ഓളം ബംഗ്ലാദേശികൾ കേരളത്തിലുണ്ട് എന്നും യഥാർത്ഥത്തിൽ ഈ ബംഗ്ലാദേശികൾ പ്രാദേശികമായി ആരൊക്കെയാണ് എന്ന് നമ്മളുടെ ഭാരതത്തിൻ്റെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് പശ്ചിമ ബംഗാളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്ത് താമസിക്കുന്ന തൊഴിലാളികൾക്കറിയാം. പക്ഷേ അവർ പേടിച്ച് ഇവരെ കാണിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഭാഷയുടെ വ്യത്യാസമൊക്കെ ഉണ്ട്, പ്രദേശത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടരും രണ്ടാണ്, രണ്ടുപേർക്കും അറിയാം കൃത്യമായിട്ട് ആരാണ് ഏതാണെന്ന്. പക്ഷേ ഒരിക്കലും അധികൃതരുടെ മുന്നിൽ ഇവരെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കില്ല, ഭയന്നിട്ട് തന്നെയാണ്. ആ ഭയത്തിന് കാരണവും ഇവരുടെ പിന്നിൽ ഇങ്ങനെയൊരു ഭീകര സംഘടനകളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പക്ഷേ ഇതിൽ യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം വെറും 10,000 പേര് മാത്രമാണ് കേരളത്തിൽ ബംഗ്ലാദേശികളായിട്ട് ഇവിടെ അനധികൃത രേഖകൾ സഹിതം താമസിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഏകദേശം 10,000 പേരെന്ന്. പക്ഷേ ഇത് 10,000 ആയിരിക്കില്ല. കാരണം ഒരു ജില്ലയിൽ മാത്രം 5,000-6,000 പേരുണ്ടെങ്കിൽ എങ്ങനെയാണ് കേരളം ഒട്ടാകെ 10,000 പേര് വരിക? 5,000-6,000 പേര് പല ജില്ലകളിലും ഉണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 50,000-ന് താഴെ അല്ലെങ്കിൽ ഒരു 40,000 വരെ എത്തുന്ന സംഖ്യ ഇപ്പോൾ കേരളത്തിലുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതായത് കേരളം പോലെ വളരെ ചെറിയ ഒരു സംസ്ഥാനത്ത് 40,000-ഓളം വിദേശ പൗരന്മാർ രേഖകളില്ലാതെ തെറ്റായ അല്ലെങ്കിൽ ഫോർജ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻസുമായി കേരളത്തിൽ താമസിക്കുന്നു. ഇതിലൊരു വിഭാഗത്തെയെങ്കിലും കേരളത്തിൽ കൊണ്ട് താമസിപ്പിക്കുന്നത് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളാണ് എന്ന് പറയുമ്പോൾ ഈ അപകടം എത്ര വലുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ CBIയോടൊപ്പം NIAയും കൂടി അന്വേഷിക്കേണ്ട വിഷയമാണിത്. കാരണം ഇത് രാജ്യസുരക്ഷയ്ക്ക്, കേരളം പോലെ ഇത്രയും നീളത്തിൽ കടൽ തീരമുള്ള ഒരു സംസ്ഥാനത്ത്, ഇത്രയും സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു സംസ്ഥാനത്ത് 40,000-ഓളം വിദേശികളുടെ സാന്നിധ്യം, അതും ആർക്കും അറിയില്ല എവിടെ എങ്ങനെയാണ്. അതിൽ പലരും 10 വർഷത്തിൽ കൂടുതലായി കേരളത്തിൽ താമസിക്കുന്നു. അപ്പോൾ ഇത് ഒരു ചെറിയ സിറ്റുവേഷൻ അല്ല, ഇതൊരു വലിയ ഭീഷണി തന്നെയാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കുമെന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം.